ഈ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു ലോറിയിൽ വലിയൊരു മരക്കഷ്ണം വെക്കുമ്പോൾ നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കും. അല്ലെങ്കിൽ വിമാനത്തിൽ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ട് ദൈവമേ വിമാനം പൊട്ടിത്തെറിക്കുമോ അങ്ങനെയും നമ്മൾ ചിന്തിക്കും. അതായത് ഫൈനൽ ഡെസ്റ്റിനേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ പുതിയൊരു പാർട്ട്, അതായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് 2025 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഷടപടയെന്നായിരുന്നു 2 മണിക്കൂർ നമ്മൾ മുൾമുനയിൽ നിർത്തുക. അല്ലെങ്കിൽ നമുക്കറിയാം ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്, ഇത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി ഈ ഒരു മൂവി. ഞാൻ OTT പ്ലാറ്റ്ഫോംസിലാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഫുൾ സീരീസ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതും നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല ഇതെന്ന് പറയുന്നത് അധികം തിയേറ്ററിലില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നോക്കാൻ വെച്ചാൽ കുറച്ച് തിയേറ്ററിലാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ കുറെ തിയേറ്ററിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ കാണണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. പിന്നെ വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങിയില്ല. അടുത്ത മൂവിയുടെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.